ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയ്ക്ക് തുടക്കം തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. മാർച്ച് 16-നായിരുന്നു യാത്ര തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖവും യാത്രയുടെ ഉദ്ഘാടനവും 2 ദിവസത്തെ ജില്ലാ പര്യടനങ്ങളും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നിങ്ങളെ യാത്ര ശുഭകരമാവട്ടെ. തീർച്ചയായിട്ടും യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറും. അത് നല്ലതാണ്. തീർച്ചയായിട്ടും ഞാനതൊരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു ബുക്കാക്കി അങ്ങേക്ക് അതല്ല എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമാണല്ലോ. ഇതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സന്തോഷമായിട്ട് ആവട്ടെ. യാത്ര വിജയിക്കട്ടെ. ഓക്കെ, താങ്ക് യു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖമായിരുന്നു മാധ്യമലോകത്ത് ചരിത്രമായി മാറിയ യാത്രയുടെ തുടക്കം. അഭിമുഖത്തിൽ സർക്കാരിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി തലസ്ഥാന നഗരിയിൽ ലഹരിവിരുദ്ധ യാത്ര. തുടർന്ന് 100-ലധികം അമ്മമാരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന പരിപാടി. അപ്പോൾ ഈ അമ്മമാർ ഈ മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചണി ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റും. നമുക്കൊരു കഷ്ടിച്ചൊരു 6 മാസത്തിനകം കേരളം മുക്തമാക്കിയേ പറ്റൂ, പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന്. മാർച്ച് 17-ന് പ്രമുഖർ പങ്കെടുത്ത ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ നഗരഹൃദയത്തിലൂടെ ലഹരിവിരുദ്ധ സന്ദേശവുമായി നീങ്ങി. അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ. ഞങ്ങൾ കൂടെ ഉണ്ട്, എല്ലാവരുടെയും. നിങ്ങളെല്ലാം ചെയ്യുന്ന ഈ ഒരു വലിയ കാര്യം മഹനീയമായ ഒരു ദൗത്യമാണ്, ഒരു മിഷനാണ്. നമ്മൾ കൂട്ടായിട്ടൊരു ശ്രമം നടത്തിയാൽ ഇത് വിജയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ 30 ഡേയ്സിനുള്ളിൽ തന്നെ ഇതിൻ്റെ വലിയൊരു റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ രാജ്യാന്തര യശസ്സിലേക്ക് ഉയർത്തിയ വിഴിഞ്ഞം കപ്പൽശാലയിലെ സൗകര്യങ്ങൾ ലോകം കണ്ടതും SKNന്റെ കേരള യാത്രയിൽ. നമുക്കിപ്പോൾ ഈ ഇത്രയും വലിയൊരു വീഡിയോ വാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ്, ഏത് കപ്പലാണ്, ഏത് സമയത്താണ് നമ്മുടെ കരക്ക് അടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു 3D മോഡലിംഗ് ആണ് അതിൽ ഇപ്പോൾ നിങ്ങൾ അവിടെ കാണുന്നത്. സാറ്റലൈറ്റ് ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഈ വെഹിക്കുലർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോളേഴ്സ് എല്ലാവരും ഉള്ളത്. നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും കടന്ന് കേരള തമിഴ്നാട് അതിർത്തിയായ പാറശാലയിലും യാത്രയെത്തി. തിരുവനന്തപുരത്തെ ജനങ്ങൾ യാത്രയെ ഹൃദയത്തോട് ചേർത്തു. ഒരുപാട് ആളുകളെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ കണ്ടിട്ടുണ്ട്. ആ കാഴ്ചയിലൂടെ മനുഷ്യ മനസ്സുകൾ അറിഞ്ഞിട്ടുണ്ട്. ആ അറിവ് കേരളത്തിന് ഗുണകരമാകും. വെഞ്ഞാറമൂട്ടിൽ കേരളത്തിന്റെ വേദനയായി മാറിയ അഫാന്റെ പിതാവ് റഹീമിനെയും യാത്ര ചേർത്തു പിടിച്ചു. അങ്ങേക്ക് ഭൂമിയുണ്ടോ? ഭൂമി കണ്ടെത്തണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാ. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങേക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ. നിങ്ങൾ അതിൽ നിന്നും വിഷമിക്കേണ്ട കാര്യം ഈ നാട് മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട്. ടെക്നോ പാർക്കിലെ IT പ്രൊഫഷണലുകൾ, വർക്കല ശിവഗിരിയിലെ ആത്മീയ ആചാര്യന്മാർ, ചിറയൻകീഴിലും ആറ്റിങ്ങലിലും കിളിമാനൂരിലും പിന്തുണ നൽകിയ സാധാരണ മനുഷ്യർ. അങ്ങനെ ഇവരെയൊക്കെ പിന്നിട്ട് SKNന്റെ കേരള യാത്ര മാർച്ച് 19-ന് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. 24 തിരുവനന്തപുരം.